കരൂർ ആൾക്കൂട്ട ദുരന്തം അന്വേഷിക്കാൻ CBI സംഘം കരൂരിലെത്തി. SIT ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് CBI അന്വേഷണം. സെപ്റ്റംബർ 27 കരൂരിൽ നടന്ന വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. കരൂരിൽ നേരറിയാൻ CBI എത്തിയിരിക്കുകയാണ്. CBIയിലെ SP പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കരൂർ സന്ദർശിച്ചു, സംഭവസ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം 5 അംഗ സംഘമാണ് എത്തിയത്. ഈ സംഘം ഈ മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ADSPയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിന്റെ പുരോഗതിയെല്ലാം ഈ CBIയെ SIT സംഘം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം CBIക്ക് കൈമാറിയിട്ടുമുണ്ട്. ഏതായാലും ഈ കേസിൽ TVKയുടെ കൂടി ആവശ്യപ്രകാരമാണ് CBI അന്വേഷണം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് TVK ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനം, വിജയ് വരുന്ന സമയത്ത് വൈദ്യുതി തടസ്സമുണ്ടായി, അതുപോലെ തന്നെ പോലീസ് ലാത്തി വീശി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച് പോലീസുമൊക്കെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം, തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസം ഇല്ല, നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കില്ല എന്നാണ് TVK വൃത്തങ്ങൾ ആവർത്തിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഈ വാദം കൂടി അംഗീകരിച്ച ശേഷമാണ് നിഷ്പക്ഷമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ തന്നെ ചുമതലപ്പെടുത്തിയത്. ഏതായാലും CBI അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുമായൊക്കെ ബന്ധപ്പെട്ട, പരിക്കേറ്റ ആളുകളെയൊക്കെ ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്.